കുമ്മൻ സ്പോട്ടഡ് കുമ്മൻ കള്ള ഫുഡ് വിളിക്കാത്ത കല്യാണത്തിന് വന്നവൻ കാറ്ററിങ്ങിന് വന്നവൻ കേട്ടോ. അപ്പോൾ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീട്ടിലേക്ക് സ്വാഗതം. ഞാൻ ഇന്ന് എവിടെ ഉള്ളതെന്ന് അറിയാമോ? ആലപ്പുഴ സെൻറ്റ് ജോർജ് ഓഡിറ്റോറിയമാണ്. ഇന്ന് ഇവിടെ ഒരു ക്രിസ്ത്യൻ വെഡ്ഡിംഗ് ആണ്. അതായത് ക്രിസ്ത്യൻ വെഡ്ഡിങ്ങിൽ നമ്മൾ കൊടുക്കുന്നൊരു ഫുഡാണ് ഡിന്നർ സെറ്റ്. അതായത് അപ്പം, ഡക്ക് സ്റ്റൂ, ചോറ്, മീൻകറി, ബീഫ് ഇതെല്ലാം കൂടെ നമ്മൾ ടേബിൾ സെറ്റ് ചെയ്യും. അപ്പം അതാണ് ഇന്നത്തെ പരിപാടി. നമുക്ക് ആദ്യം കാണാനാണ് ഡക്ക് സ്റ്റൂ. ഈ ഡക്ക് സ്റ്റൂ എനിക്കൊന്ന് ആലപ്പുഴ ടൗണിൽ ഏറ്റവും കൂടുതലായിട്ട് വെക്കുന്നത് നമ്മുടെ ഇവിടുത്തെ കാറ്ററിംഗ് ആണ്, സെൻറ്റ് ജോർജ് കാറ്റേഴ്സ്. അപ്പം ഓക്കെ, പിന്നെ അടുത്ത മെനുവിലോട്ട് പോകാം. നമുക്ക് അടുത്ത ബീഫ് റോസ്റ്റ്, പിന്നെ അടുത്ത കട്ട്ലറ്റ്, പിന്നെ അടുത്തത് നമുക്കിനി ടേബിൾ സെറ്റ്. ഇവനെ കാറ്ററിംഗ് അപ്പോൾ ഇനി അടുത്തുള്ള ഐറ്റം നമുക്ക് ഇൻഡാക്ട് ചെയ്യാം. അപ്പം ഇനി അടുത്ത് ഇതെല്ലാം കൂടെ ബ്ലേഡ് വാങ്ങാൻ പൈസ ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ കിച്ചണിൽ ഇരുന്ന് കത്തി എടുത്താണ് മുറിക്കുന്നത്. അടുത്ത റീഫില്ല് പോകാൻ വേണ്ടിയുള്ള സാധനങ്ങൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത് നമുക്ക് ഡിഷസ് നോക്കാം. നമ്മൾ മീൻകറി വെച്ചു, പാവയ്ക്ക കൊണ്ടാട്ടം, പയറ് തോരൻ, സാലഡ്, കട്ട്ലേറ്റ് വന്നു, പുളിശ്ശേരി, പിന്നെ അടുത്ത അവിയൽ നമ്മളൊരു ഗ്യാപ്പ് ഇടും, അല്ലെങ്കിൽ അവിടെ ഈർപ്പം അടിച്ചത് ചിലപ്പോൾ വളിച്ചു പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ടേബിൾ സെറ്റ് ചെയ്തു. ഇനി അടുത്തതെന്നുള്ളത് നമ്മുടെ ഇത് സാലഡ് കൗണ്ടറാണ് കേട്ടോ. അപ്പോൾ കുറേ സാലഡ്സും പിന്നെ അടുത്ത നമ്മൾ പയർ മുളപ്പിച്ചൊക്കെ വെച്ചിട്ടുണ്ട്. വെറൈറ്റി സാധനം നമ്മൾ ഇറക്കണമല്ലോ. ഏത് മൂഡ്, കാറ്ററിംഗ് മൂഡ്. ഓക്കെ, അപ്പോൾ നമ്മളിത് എല്ലാം സെറ്റ് ചെയ്തു. ഇനി അടുത്തതെന്ന് പറയുന്നത് പിന്നെ ഇവൻ പാമ്പയ്യൻ കേട്ടോ, അതുൽ കൈനേരി പാമ്പയ്യനായിട്ടാണ്, നമ്മുടെ ക്ലോസ് ഫ്രണ്ടാണ്. ഇനി അടുത്ത ഡിന്നർ സെറ്റിലെ ഏറ്റവും മെയിനായിട്ടുള്ള ഐറ്റം നമ്മുടെ ചോറ്. അപ്പം ചോറില്ലാതെ നമുക്ക് ഒരു കാര്യവും ഒരുപാട് കഴിക്കാൻ പറ്റത്തില്ല. ഇത് മാത്രമാണ് നമ്മുടെ മെയിൻ ഐറ്റം, ബാക്കിയെല്ലാം മുഴുവൻ സബ്ബാണ്. അപ്പം ഓക്കെ, ചോറ് നമ്മൾ കൊണ്ടുവച്ചു. ഇനി അടുത്ത് ഞാനൊന്ന് സെറ്റാവട്ടെ. ഞാനങ്ങനെ സെറ്റായി. അപ്പം നൈസ് ലുക്കായില്ലേ. കുമ്മൻ കള്ള ഫുഡ് വിളിക്കാത്ത കല്യാണത്തിന് വന്നവൻ. അങ്ങനെ ആൾക്കാരൊക്കെ കഴിച്ച് മാറി. ഇനി ഞങ്ങൾ ബാക്കിയുള്ള ഡിഷസ്, അതായത് ടേബിളിൽ നിന്ന് ഡിഷസ് എല്ലാം മാറ്റിയിട്ട് ഞങ്ങൾ ഇനി പാത്രം അത് കഴുകാൻ വേണ്ടി എത്തിക്കുന്ന പരിപാടിയിലാണ്. അപ്പം മിച്ചമുള്ളത് നമ്മൾ ബേസിലോട്ട് കറീസ് മുഴുവൻ നമ്മൾ അടുക്കി വെക്കും. അപ്പോൾ ഇനി നമുക്ക് ബാലൻസ് ഉള്ളത് വീട്ടുകാർ. അപ്പോൾ വീട്ടുകാർക്കുള്ള ഫുഡും കൂടെ നമ്മൾ മാറ്റി വെച്ചു. അതായത് ടേബിൾ സെറ്റ് ചെയ്ത് അവിടെ സൈഡിൽ വെച്ചു. ഇനി അടുത്ത് നമുക്ക് കഴിക്കാം. ഞാൻ ഒരു 3 അപ്പവും കുറച്ച് ഡക്കും സ്റ്റൂവും പിന്നെ ചിക്കൻ ഫ്രൈ. അപ്പം വീഡിയോ ആയിട്ട് വരാം. അപ്പോൾ ടാറ്റാ, ബൈ ബൈ, ഗുഡ് ബൈ, കഥം.